പിതാവിനും പുത്രനും പരിശുദ്ധാറൂഹായിക്കും സ്തുതി. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകം 19-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങളാണ്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതി ഉള്ളവയാകുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ വിവിധ പര്യായങ്ങളാണ് ഈ വേദഭാഗത്ത് നമുക്ക് നൽകിയിരിക്കുന്നത്. ഒന്ന്, ദൈവവചനത്തെ ന്യായപ്രമാണം എന്ന് വിശേഷിപ്പിക്കുന്നു. മറ്റ് ഭാഗങ്ങളിൽ അതിനെ സാക്ഷ്യമെന്നും അതിനെ ആജ്ഞകളെന്നും കൽപ്പനയെന്നും വിധികളെന്നും പറഞ്ഞിരിക്കുന്നു. എല്ലാം ദൈവവചനത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ വചനം അഥവാ ന്യായപ്രമാണം തികവുള്ളത്. ദി വേർഡ് ഓഫ് ഗോഡ് ഈസ് പെർഫെക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രാണനെ തണുപ്പിക്കുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്ന കാര്യങ്ങൾ. സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം 3-ാം തിരുവചനത്തിലും ദൈവത്തെക്കുറിച്ച് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ള ആ സങ്കീർത്തനത്തിൽ പറയുകയാണ്, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ദൈവം തൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് ദാവീദ് ഓർമ്മിക്കുകയാണ്. ദൈവം തൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ വചനത്താൽ അവൻ തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നു. ഇന്ന് മനുഷ്യരുടെ ഹൃദയം തണുപ്പിക്കപ്പെടേണ്ട അവസ്ഥയിലാണ്. നമുക്കറിയാം, വളരെ വളരെ ചൂടായിരിക്കുന്ന ഒരു പാത്രത്തിൽ നമുക്ക് തൊടാൻ ബുദ്ധിമുട്ടാണ്. വളരെ വളരെ ചൂടായിരിക്കുന്ന ഒരു വസ്തു കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ്. ചുട്ടുപൊള്ളുന്ന സൂര്യൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ വയ്യാത്തതുപോലെ, കത്തുന്ന തീജ്വാലയുടെ സമീപത്തേക്ക് പോകാൻ വയ്യാത്തതുപോലെ പല വ്യക്തികളെയും നമുക്ക് സമീപിക്കാൻ പ്രയാസമാണ്. എന്താണ് കാരണം? അവരുടെ ഹൃദയങ്ങൾ ജ്വലിക്കുന്ന തീച്ചൂള പോലെയാണ്. കോപമാണ് ഉള്ളിൽ കത്തുന്നത്, രോഷമാണ്, പ്രതികാരമാണ് അവരുടെ ഉള്ളിൽ ജ്വലിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ മക്കളുടെ ഹൃദയത്തിൻ്റെ തീക്ഷ്ണതയെ അല്ലെങ്കിൽ ഹൃദയത്തിലെ തീയെ കെടുത്തുവാൻ ദൈവവചനം മഴ പോലെ വെള്ളം പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ്റെ ഹൃദയം ഒരു തീച്ചുളയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? മനുഷ്യൻ ഇന്ന് ഏർപ്പെടുന്നതായ ജീവിത സംരംഭങ്ങളിലെല്ലാം അവന് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ, കലഹങ്ങൾ, അസ്വസ്ഥതകൾ, ഇവ മനുഷ്യനെ ഒരു തിളയ്ക്കുന്ന പാത്രമാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഭൂമിയുടെ അന്തർഭാഗം തിളച്ചു മറിയുന്ന അവസ്ഥയിലുള്ള ലാവയാണ്. അതുപോലെയാണ് അനേകരുടെ ഹൃദയങ്ങൾ തിളച്ചു മറിയുന്ന അവസ്ഥയിലാണ്. എന്നാൽ ഇത്തരം വ്യക്തികൾ, അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് അവരെപ്പോഴും അസ്വസ്ഥരായിരിക്കും. അവരെപ്പോഴും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അവരെപ്പോഴും കലഹമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അവരിൽ നിന്ന് സമാധാനം ഉണ്ടാവുക പ്രയാസം തന്നെയാണ്. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ കലഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അസമാധാനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതെ, അനേക ഭവനങ്ങൾ തന്നെ ഇത്തരം വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് ഇന്ന് ഒരു കലാപഭൂമിയാണ്, അഥവാ തിളച്ചുമറിയുന്ന അവസ്ഥയിലാണ്. ലാവാസദൃശമാണ് അനേക വ്യക്തികളുടെ ജീവിതവും കുടുംബ ജീവിതവും.
എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം? നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ തന്നെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ ദൈവത്തെ കണ്ടെത്താത്തതാണ് അതിനുള്ള പ്രധാന കാരണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, യഹോവയുടെ വചനം, ന്യായപ്രമാണം തികവുള്ളതാണ്, അത് പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാകുന്ന വചനം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ അഗ്നി ശമിക്കുക തന്നെ ചെയ്യും. ഇന്ന് മനുഷ്യർ മാത്രമല്ല, മനുഷ്യരുടെ അസ്വസ്ഥതകളെക്കുറിച്ച് ഇങ്ങനെ കവി പാടിയിട്ടുണ്ട്. കേവലാഹ്ലാദത്തിൻ്റെ അമൃതം നഷ്ടപ്പെട്ടോർ നാം വരും വരായികകൾ ചിന്തിച്ചു ദുഃഖിപ്പവർ. നമ്മൾ എങ്ങനെയൊക്കെയാണ് അസ്വസ്ഥരാവുന്നത്? വരും വരായികകളെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ്, നാളെ എന്താവും എന്നതിനെക്കുറിച്ച് ഓർത്തിട്ടാണ്, കഴിഞ്ഞ കാലത്തിൽ വന്നുപോയ അബദ്ധങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ്, നാളുകളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണ് നമ്മെ അസ്വസ്ഥരാക്കുന്നു. അതുകൊണ്ട് കവി പാടിയത് നാം സന്തോഷിക്കാൻ മറന്നു പോകുന്നു. ആഹ്ലാദത്തിൻ്റെ അമൃതം നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. അതെ, നമ്മൾ മാത്രമല്ല, ഈ ഭൂമിയും ഇന്ന് മനുഷ്യരായ നമ്മെക്കൊണ്ട്, നമ്മുടെ തിന്മകൾ ഭൂമിയിൽ നിറഞ്ഞതുകൊണ്ട് ഭൂമിയും ഇന്ന് അസ്വസ്ഥയാണെന്ന് വേറൊരു തരത്തിൽ പറയാൻ പറ്റും. നമ്മൾ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്തുകൊണ്ട്, ബുദ്ധിപൂർവകമല്ലാതെ ഭൂമിയെ ഉപയോഗപ്പെടുത്തിയതുകൊണ്ട്, ഭൂമിയുടെ അന്തരീക്ഷത്തെ നശിപ്പിച്ചതുകൊണ്ട്, ഭൂമിയിലെ ജലത്തെയും കരയെയും അല്ലെങ്കിൽ മണ്ണിനെയും മലീമസമാക്കിയതുകൊണ്ട് ഈ ഭൂമി തന്നെയും അസ്വസ്ഥതയാണ്. ഭൂമി സൗരയുധത്തിന് ചുറ്റും കറങ്ങുമ്പോൾ അസ്വസ്ഥതയോടെ കറങ്ങുന്നു എന്ന് ഒരു കവി ഇങ്ങനെ പാടിയിട്ടുണ്ട്. നമ്മൾക്കുയിർ തന്ന ഭൂമിയോ പാവമാം തന്മക്കളെ ഓർത്ത് കേഴും ജരിതയായി തീതിന്നുരുകുന്ന നെഞ്ചുമായി പാറി വന്നേതോ ദുരന്തമുനമ്പിനെ ചുറ്റുന്നു. കണ്ടോ, തീതിന്നുരുകുന്ന നെഞ്ചുമായി ഈ ഭൂമി സൗരയുധത്തിൽ ചുറ്റിക്കറങ്ങുകയാണ്. എന്നിട്ട് കവി പറയുകയാണ്, എല്ലാം മറന്നൊന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി. ഇന്നിനി നമ്മിലൊരാളിൻ്റെ നിദ്രയ്ക്കു മറ്റൊരാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. അപ്പോൾ ഒരാളുടെ ഉറക്കത്തിന് മറ്റൊരാൾ കാവൽ ഇരിക്കേണ്ട അവസ്ഥയിലാണ്. കാരണം എല്ലാം മറന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് മനുഷ്യരും ഭൂമിയും എത്തിച്ചേർന്ന് നിൽക്കുന്നത്. അത്രമാത്രം അസമാധാനം, അത്രമാത്രം അസ്വസ്ഥത, അത്രമാത്രം ടെൻഷൻ, അത്രമാത്രം പ്രശ്നങ്ങളുടെ നടുവിലാണ്. നമ്മൾ മാത്രമാണോ? വ്യക്തികൾ മാത്രമാണോ? കുടുംബങ്ങൾ മാത്രമാണോ? അല്ല, രാജ്യത്തിലെ ഭരണാധികാരികൾ അവരൊക്കെയും അസ്വസ്ഥരാണ്. എവിടെയാണ് ലോകത്തിൽ നമുക്ക് സമാധാനം കാണാനായിട്ട് സാധിക്കുക? രാജ്യങ്ങൾ തമ്മിൽ, സമുദായങ്ങൾ തമ്മിൽ അസ്വസ്ഥത പെരുകിക്കൊണ്ടിരിക്കുന്നു. സമുദായത്തിനുള്ളിൽ സമാധാനത്തിൻ്റെ മാടപ്രാവുകളാകേണ്ട മതങ്ങൾക്കുള്ളിൽ അസ്വസ്ഥതകൾ നീറിപ്പോകുകയാണ്. അവർ സമാധാനത്തെ പ്രസംഗിക്കുന്നു, പക്ഷേ അവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്നില്ല. അവർ സ്നേഹത്തെ പ്രസംഗിക്കുന്നു, സ്നേഹമില്ലായ്മയുടെ ഈറ്റില്ലങ്ങളായി ഇന്ന് മതങ്ങൾ മാറുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനികൾ ഇന്ന് ഭൂമിയിൽ പെരുകുകയാണ്. വെള്ളിയില്ലാത്ത വെള്ളിക്കോലുകൾ പോലെ നാം ഓരോരുത്തരും യേശുവില്ലാത്തവരായി തീർന്നിരിക്കുന്നു. നമുക്ക് സമാധാനം പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ, നമുക്ക് സ്നേഹം പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇടയിൽ, സമൂഹങ്ങളുടെ ഇടയിൽ, ജാതികളുടെ ഇടയിൽ, രാജ്യങ്ങളുടെ ഇടയിൽ സമാധാനം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം അത് തികവുള്ളതാണ്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. ഇന്ന് അനേക ആളുകൾ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ എവിടെയാണ് സമാധാനം കിട്ടുക എന്ന് വെച്ച് പരക്കം പായുകയാണ്. ചിലർ മദ്യത്തിൽ, ചിലർ മദിരാക്ഷിയിൽ അഭയപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്നാൽ യഥാർത്ഥ സങ്കേതം എവിടെയാണ്? സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 84-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, മീവൽ പക്ഷി ഒരു കൂടും കുരികിൽ ഒരു വീടും കണ്ടെത്തിയിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. അപ്പോൾ കുരികിലും മീവൽ പക്ഷിയും ദൈവത്തിൻ്റെ സന്നിധിയാണ്,
സങ്കേതമായി കണ്ടെത്തിയത്. ദാവീദ് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ ശിരസിനെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? നമ്മൾ സഹായം തേടി പർവ്വതങ്ങളിലേക്ക് ശിരസ്സുകൾ ഉയർത്തുക. ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് തന്നെ നമ്മുടെ ശിരസ്സുകൾ ഉയർത്തേണ്ട സമയമായി. ഇതാ അവൻ്റെ നീരുറവുകളെ തൻ്റെ പർവ്വതത്തിൽ നിന്നും സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ സ്വാസ്ഥലമായ സ്വർഗീയ സിയോനിൽ നിന്നും നീരുറവുകളെ അയച്ച് നമ്മെ തണുപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഓർക്കുക, നമ്മൾ ഇനിയും ഈ അസ്വസ്ഥതയോടുകൂടെ ജീവിക്കേണ്ടതില്ല. കർത്താവിൻ്റെ വചനം പറയുകയാണ്, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ പറയുകയാണ്, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവനൊക്കെയും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നമ്മളുടെ ദാഹം തീർക്കാൻ, നമ്മുടെ അസ്വസ്ഥത മാറ്റാൻ, നമ്മുടെ അസമാധാനം മാറ്റാൻ, നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റുവാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ യഥാർത്ഥമായിട്ട് കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. യേശു നമ്മുടെ ഉള്ളത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, നമ്മുടെ പള്ളികളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, നമ്മുടെ സഭകളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇന്ന് അസ്വസ്ഥതകൾ മാറ്റുവാൻ അവൻ മാത്രമേ കരുണീയമായിട്ടുള്ളൂ. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഏവരും നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അവൻ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുവാൻ മതിയായവനാണ്. നമ്മുടെ പ്രാണനെ തണുപ്പിക്കുവാൻ വേറെ ഒരു മാർഗവും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, 19-ാം സങ്കീർത്തനം 7-ാം തിരുവചനത്തിൽ പറയുകയാണ്, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിന് 2-ാമത്തെ പ്രത്യേകത പറയുകയാണ്, യഹോവയുടെ സാക്ഷ്യം അഥവാ യഹോവയുടെ വചനം വിശ്വാസയോഗ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കി മാറ്റുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ 2-ാമത്തെ പ്രത്യേകത അത് ട്രസ്റ്റ് വർത്തിയാണ് എന്നുള്ളതാണ്. അത് വിശ്വാസ്യമാണ്, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കി മാറ്റുന്നു. ദൈവവചനം ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവവചനത്തിൽ മുമ്പിലിരുന്ന് ധ്യാനിക്കുന്ന, ദൈവവചനത്തെ സ്വീകരിക്കുന്ന അനേക വ്യക്തികളിൽ ജ്ഞാനം നിറയുന്നു. ഇന്ന് ലോകപ്രസിദ്ധനായ ഒരു സുവിശേഷകൻ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവവചനം അദ്ദേഹത്തിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം ഒരു മഹാജ്ഞാനിയായി മാറി. ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം. എങ്ങനെയാണ് അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ഈ വൻ കാര്യങ്ങൾ പ്രസ്താവിക്കാനുള്ള കൃപ ലഭിച്ചത്? ദൈവസന്നിധിയിൽ ഇരുന്നു ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ മറിയം യേശുവിനെ സ്വീകരിച്ചതുപോലെ ദൈവവചനത്തെ ഉള്ളിൽ സ്വീകരിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തിന് ജ്ഞാനം നൽകി. ശലോമോൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവേ, ഈ ജനത്തെ മേയ്ക്കാൻ ബാലനായി എനിക്ക് പ്രാപ്തിയില്ല, അങ്ങ് എനിക്ക് ഈ ജനത്തെ മേയ്ക്കാൻ ആവശ്യമായ വിവേകം, ജ്ഞാനം നൽകണമേ. അതാണ് ദൈവം ശലോമോനോട് തൻ്റെ ഇഷ്ടം ചോദിച്ചോളാൻ പറഞ്ഞപ്പോൾ ശലോമോൻ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം. സംപ്രീതനായി തീർന്ന ദൈവം പറഞ്ഞു, നീ ചോദിച്ചതും നീ ചോദിക്കാത്തതുമായ എല്ലാ ധനവും ഐശ്വര്യവും ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. നീ ചോദിച്ചതായ ജ്ഞാനം ലോകത്തിൽ മറ്റെല്ലാവരെക്കാളും ജ്ഞാനിയായി നീ മാറും. ലോകത്തിൽ അതോടൊപ്പം മറ്റെല്ലാവരെക്കാളും ധനവാനായും നീ മാറും. എല്ലാവിധമായ ജ്ഞാനവും ധനവും കൊണ്ട് ശലോമോനെ ദൈവം അണിയിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ വിനയപ്പെടുമ്പോൾ, ദൈവസന്നിധിയിൽ ദൈവവചനത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മെ തൻ്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കി മാറ്റുന്നു. അതെ, ദൈവം തൻ്റെ ജ്ഞാനത്താൽ നമ്മെ നിറയ്ക്കുന്നു. ഇന്ന് പല ആളുകളും പല ജീവിതത്തിൽ പല അബദ്ധങ്ങളും കാണിച്ച് പല അബദ്ധത്തിലും വീണിട്ട് അവസാനം അവർ ദൈവസന്നിധിയിൽ വരും. ഉദാഹരണത്തിന്, ഒരു സഹോദരി താൻ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തിയോട് വളരെ അടുക്കുകയും ആ വ്യക്തിയെ ഒത്തിരിയേറെ പലതരത്തിലും പ്രത്യേകിച്ച് സാമ്പത്തികമായൊക്കെ സഹായിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ വ്യക്തി ആ സഹോദരിയെ സഹായമൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോൾ മൈൻഡ് ചെയ്യാണ്ടായി. അവസാനം ഈ സഹോദരി സങ്കടത്തോടെ അവർ ദൈവസന്നിധിയിൽ കടന്നു വന്നു.
ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ ദൈവവചനം ശ്രദ്ധിച്ചപ്പോൾ ഈ സഹോദരിക്ക് മനസ്സിലായി താൻ ചെയ്തതൊക്കെയും മണ്ടത്തരമാണ്. ഫേസ്ബുക്കിലൂടെ മാത്രം പരിചയപ്പെട്ട, ഒരിക്കലും നേരിട്ട് അറിയില്ലാത്ത ഒരു വ്യക്തിയെ സ്നേഹിച്ചതും ആ വ്യക്തിക്ക് സാമ്പത്തികമായ സഹായം കൈയച്ച് ചെയ്തതും തൻ്റെ ജീവിതത്തിലെ മണ്ടത്തരമാണെന്ന് ആ സ്ത്രീക്ക് ബോധ്യം വന്നത് ആ സ്ത്രീക്ക് വിവേകം ഉണ്ടായപ്പോഴാണ്, ദൈവവചനത്തിൻ്റെ സന്നിധിയിൽ വന്നപ്പോഴാണ്. അതുവരെ അവർ വിചാരിച്ചു താൻ ചെയ്തതൊക്കെ ശരിയാണ്. എന്നാൽ ദൈവവചനം കേട്ടപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, അച്ഛാ, ഞാനിങ്ങനെ ചെയ്തത് അബദ്ധമായിപ്പോയി എന്നവർക്ക് മനസ്സിലായി. അല്പബുദ്ധിയായി ആണ് താനെന്ന് അതുവരെയും അവർക്ക് മനസ്സിലായിരുന്നില്ല. താൻ ചെയ്യുന്നതെല്ലാം വളരെ നല്ല കാര്യമാണ്, വളരെ സമർത്ഥമായി മറ്റുള്ളവരെ അറിയാതെയാണ് താനിത് ചെയ്യുന്നതെന്ന് ആ സഹോദരി ചിന്തിച്ചു. പക്ഷേ ഇപ്പോൾ ദൈവവചനത്തിൻ്റെ സന്നിധി ഇരുന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ദൈവം തിരഞ്ഞെടുക്കാത്ത, ദൈവം അനുവദിക്കാത്ത വ്യക്തിയുമായി താൻ പരിചയപ്പെട്ടതും താൻ ആ വ്യക്തിയെ അമിതമായി സ്നേഹിച്ചതും അയാളെ സഹായിച്ചതും തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി. ആ വ്യക്തി ഇപ്പോൾ മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ തിരിച്ചറിവുണ്ടായി, ദൈവവചനത്താൽ അവർ ജ്ഞാനിയായി മാറി. ഇപ്പോൾ അവർ തീരുമാനിച്ചു, മേലാൽ ഇത്തരം ഫേസ്ബുക്ക് സൗഹൃദങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരെ, എത്ര കുഞ്ഞുങ്ങളാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളിൽ ചെന്ന് ചാടുന്നത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടും മിസ് കോളിലൂടെ പരിചയപ്പെട്ടും ഈ അടുത്തയിടയ്ക്ക് എത്ര ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികളാണ് ജീവിതം നഷ്ടപ്പെടുത്തേണ്ടി വന്നത്. നമ്മുടെ അടുത്ത കാലത്ത് പത്രങ്ങളിലൊക്കെ കാണുകയാണ്. ഒരു മിസ് കോളിലൂടെ പരിചയപ്പെട്ട വ്യക്തികൾ അവരുമായിട്ട് ഇഷ്ടത്തിലാവുകയും പിൽക്കാലത്ത് അവരാൽ തന്നെ, താൻ സ്നേഹിച്ച വ്യക്തിയാൽ തന്നെ കൊല്ലപ്പെടുകയും ചെയ്ത എത്ര പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് നമ്മുടെ മുമ്പിൽ ഇതൾ വിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേട്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മൾ ഇപ്രകാരമുള്ള തിന്മയിലേക്ക് പോകുന്നത് ശരിയല്ല. ഫേസ്ബുക്കും മൊബൈൽ ഫോണെല്ലാം വളരെ ബുദ്ധിപൂർവമായിട്ട് ഉപയോഗിക്കാവൂ എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുകയാണ്. നമ്മൾ കൂടുതൽ ഏത് ബുക്കിൻ്റെ മുമ്പിലാണ് ഇരിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. നമ്മൾ ഫേസ്ബുക്കിൻ്റെ മുമ്പിലല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് ദി ബുക്കിൻ്റെ മുമ്പിലാണ്. ദി ബുക്ക് എന്ന് വിളിക്കപ്പെടുന്നത് വിശുദ്ധ ബൈബിളാണ്. അപ്പോൾ ദി ബുക്കായിട്ടുള്ള ലോകത്തിൽ ഒരേ ഒരു പുസ്തകമേ ദി ബുക്ക് എന്ന് പറയുന്നുള്ളൂ, അത് വിശുദ്ധ ബൈബിളാണ്. ഈ ബൈബിളിൻ്റെ മുമ്പിൽ നമ്മുടെ സമയം ചെലവഴിച്ചിരുന്നു എങ്കിൽ, നമ്മൾ അതിലെ വചനങ്ങളെ കേൾക്കുകയും ധ്യാനിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതമോ നമ്മുടെ സമ്പത്തോ നഷ്ടപ്പെടുകയില്ലായിരുന്നു. ഇന്ന് അനേകം കുഞ്ഞുങ്ങളുടെ ജീവിതം മൊബൈൽ ഫോണിലൂടെയും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലൂടെയുള്ള ഈ ഇടപാടുകളിലൂടെ, ആശയവിനിമയങ്ങളിലൂടെ അത് നാശത്തിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് ദൈവം നമ്മളോട് അറിയിക്കണം. അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരും ഇത് അവർക്കും ബാധകമാണ്. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നു, അദ്ദേഹത്തെ ബഹുമാനിക്കാതെ സംസാരിക്കുന്നു. ഭർത്താവ് ഭാര്യയോടും ബഹുമാനമില്ലാതെ സംസാരിക്കുന്നു, അനാവശ്യമായി സംസാരിക്കുന്നു. സംസാരങ്ങൾ ഏറ്റുപിടിച്ച് കലഹത്തിലേക്ക് അത് നയിക്കപ്പെടുന്നു. എന്നാൽ ദൈവവചനം കേട്ട ഭാര്യാഭർത്താക്കന്മാരാണ് എങ്കിൽ അവർക്ക് പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ അത് ചർച്ച ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അല്ലാത്ത വ്യക്തികൾ അവയെ വലുതാക്കി പ്രശ്നങ്ങൾ സങ്കീർണമാക്കി അതൊരു കീറാമുട്ടിയാക്കി മാറ്റി ഒരുപക്ഷെ കുടുംബത്തിൻ്റെ സമാധാനം കളയുന്ന വ്യക്തികളായി അല്ലെങ്കിൽ ജീവിതങ്ങളായി രൂപാന്തരപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവവചനമാണ് നമ്മളെ ജ്ഞാനിയാക്കി മാറ്റുന്നത്. ഇതാ അപ്പോസ്തലന്മാരൊക്കെയും പഠിപ്പില്ലാത്ത വെറും മുക്കുവരായിരുന്നു എന്ന് നമുക്കറിയാം. അവർ മുക്കുവരായിരുന്നു, വിദ്യാഭ്യാസമില്ലാത്ത ആ മുക്കുവർ ദൈവത്തിൻ്റെ വചനം അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ജ്ഞാനികളായി മാറി. അപ്പോസ്തലനായ പത്രോസ്, അപ്പോസ്തലന്മാർ ഓരോരുത്തരും അവരൊക്കെയും ജ്ഞാനികളായി മാറി. അതെ, ജ്ഞാനത്താൽ നിറഞ്ഞു. എന്താണ് യഥാർത്ഥ ജ്ഞാനം? യഥാർത്ഥ ജ്ഞാനമെന്ന് പറയുന്നത് യേശുവാണ്. യേശുവിനെ സ്വന്തമാക്കലാണ്, ദൈവവചനത്തെ നമ്മൾ സ്വീകരിക്കലാണ് നമ്മൾ ജ്ഞാനിയാകുന്നതിനുള്ള മാർഗം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. 139 സങ്കീർത്തനം 24 തിരുവചനത്തിൽ
സങ്കീർത്തനക്കാരൻ പറയുകയാണ്, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൻ്റെ വാക്കുകൾ, നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതായ ഭാഷ, അത് നമുക്ക് വ്യസനമുണ്ടാക്കുന്നതാണോ? നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് വ്യസനമുണ്ടാക്കുന്നതാണോ? ആണെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ ജ്ഞാനത്താൽ മനസ്സിലാക്കുക. അല്പബുദ്ധിയായിട്ടുള്ള നമ്മൾ ദൈവവചനത്താൽ ജ്ഞാനികളായി മാറുക, യഥാർത്ഥ വഴിയിലേക്ക് തിരിയുക. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. ദൈവവചനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത 19-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവകൽപ്പനയാണ് ദൈവത്തിൻ്റെ ആജ്ഞകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവകൽപ്പനകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ ഹൃദയം സന്തോഷിക്കുക അത്രേ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ പലതും നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ എഴുതിയിരിക്കുകയാണ്, യെശുരൂൻ്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല. യെശുരൂൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്നർത്ഥം. ഇസ്രായേലിൻ്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ഇതാ യെശുരൂൻ്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല, ഇസ്രായേലിൻ്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല. നിൻ്റെ സഹായത്തിനായി വരുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് ദൈവമക്കൾക്ക് വലിയ സന്തോഷമാണ്. ഈ ഇസ്രായേൽ മക്കൾ അത് അനുഭവിച്ചതാണ്. അവർ ചെങ്കടലിൻ്റെ തീരത്ത് ഫറവോൻ പിന്നാലെ വരുമ്പോൾ ചെങ്കടലിൻ്റെ തീരത്ത് എങ്ങോട്ട് പോകണമെന്നറിയാൻ നിൽക്കുമ്പോൾ യെശുരൂൻ്റെ ദൈവത്തിൻ്റെ കൈയുടെ സഹായം അവർ കണ്ടറിഞ്ഞതാണ്. ചെങ്കടലിനെ വിഭാഗിച്ചുകൊണ്ട് മോശയുടെ നേതൃത്വത്തിൽ ഉണങ്ങിയ നിലത്തുകൂടെ മറുകര താണ്ടുവാൻ ഇസ്രായേൽ ജനത്തിന് സഹായമായി തീർന്നത് യെശുരൂൻ്റെ ദൈവമാണ്. അതിനെ അറിഞ്ഞവരാണവർ. അതെ, ഈ ഇസ്രായേൽ ജനം വീണ്ടും മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദാഹിച്ചു വലഞ്ഞപ്പോൾ പാറയെ പിളർന്ന് അവർക്ക് ദാഹജലം കൊടുത്തത് യെശുരൂൻ്റെ ദൈവമാണെന്ന് അവരനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. വഴിയറിയാതെ നിന്ന മോശയ്ക്ക് വഴി തുറന്നു കൊടുത്ത, വഴി തുറക്കാനുള്ള ജ്ഞാനം നൽകിയവനായ ദൈവം, പാറയെ പിളർന്ന് ദാഹം ശമിപ്പിക്കാൻ വേണ്ടി വഴി തുറന്നവനായ ദൈവം മോശയെ ജ്ഞാനിയാക്കി മാറ്റി, സൗമ്യനാക്കി മാറ്റി, വിജ്ഞാനിയാക്കി മാറ്റി. ഇപ്പോൾ സ്ലീഹന്മാരെയും മോശയെയും എല്ലാം ദൈവം തൻ്റെ കൃപ കൊണ്ട് നിറച്ച് അവരെ ജ്ഞാനികളാക്കി മാറ്റി. 600,000 വരുന്ന ജനതയെ നയിക്കുന്ന അനിഷേധ്യ നേതാവായി വിക്കനായ വ്യക്തിയെ മാറ്റിയവനായ ദൈവം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. നമ്മളിപ്പോൾ വായിച്ചു, യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഓരോ വചനം കേൾക്കുമ്പോഴും കർത്താവ് അരുളി ചെയ്യുകയാണ്. നമുക്ക് സന്തോഷം തരുന്ന വചനങ്ങളാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. കർത്താവ് അരുളി ചെയ്യുന്ന ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. ഓരോ വചനവും നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആലോചനകൾ, ദാവീദ് പറയുകയാണ്, നിൻ്റെ വചനങ്ങൾ എനിക്ക് തേനിനേക്കാളും തേൻകട്ടേക്കാളും മാധുര്യമുള്ളവയാണ്. എൻ്റെ ഹൃദയത്തിന് അത് സന്തോഷിപ്പിക്കുന്ന വചനങ്ങളാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ പ്രാണനെ അത് തണുപ്പിക്കുന്നു, നമ്മളെ അത് അല്പബുദ്ധികളെ ജ്ഞാനികളാക്കി മാറ്റുന്നു, നമ്മുടെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു, പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതയാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് തങ്ങളുടെ കാഴ്ചപ്പാടുകളെ തിരുത്താനായിട്ട് സാധിക്കും. ഈ ലോകത്തിൻ്റെ കാഴ്ചകളെ കണ്ടു നടന്നവൻ ഇന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കാൻ കൊതിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക്, കർത്താവ് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ആഗ്രഹമുള്ളവനായി മാറും. ഈ ലോകത്തിലെ കാഴ്ചകൾ നമ്മളെ നിരാശയിലേക്ക് നയിക്കുന്നുവെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കുന്നവൻ പ്രതീക്ഷയും പ്രത്യാശയും കൊണ്ട് നിറയും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ദൈവത്തിൻ്റെ വചനത്താൽ നിറയ്ക്കട്ടെ. ആ വചനം നമ്മെ പ്രത്യാശയും ആ വചനം നമ്മെ സന്തോഷവും കൊണ്ട് നിറയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവെ മഹത്വം. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ കൽപ്പന
കുറിച്ച് തിരുവചനം വീണ്ടും ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കി മാറ്റുന്നു. ദൈവമേ, തിരുവചനത്താൽ ഞങ്ങൾ ജ്ഞാനികളായി മാറണമേ. തിരുവചനത്താൽ ഞങ്ങളുടെ തിളച്ചുമറിയുന്ന അസ്വസ്ഥമായ മനസ്സുകളെ സമാധാനപ്പെടുത്തണമേ. കലഹങ്ങൾ മുഖാന്തരമായി, പ്രയാസങ്ങൾ നിമിത്തമായി, പ്രശ്നങ്ങൾ നിമിത്തമായി കലുഷിതമായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും ജീവിതത്തെ അവിടുത്തെ വചനത്തെ അയച്ച് സ്വസ്ഥതപ്പെടുത്തണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.